കഴിഞ്ഞ ദിവസങ്ങളിലായി ഏറെ വൈറലായതും ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒരു അഭിമുഖമുണ്ടായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിൽ. മുൻ ഇന്ത്യൻ ലെഗ് സ്പിന്നറായ അമിത് മിശ്രയുടെ ചില തുറന്നു പറച്ചിലുകളും വെളിപ്പെടുത്തലുകളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ വിവാദമായതും വാർത്ത ആയതുമായ സംഭവം. ഇക്കുറി നമുക്ക് അമിത് മിശ്രയുടെ ഈ വെളിപ്പെടുത്തലുകളിലേക്കൊന്ന് നോണ്ടുകയറാം. ഒപ്പം അമിത് മിശ്ര ഇന്ത്യൻ ക്രിക്കറ്റിൽ ആരായിരുന്നു എന്നതിലേക്കും. ടീം ഇന്ത്യയുടെ മുൻ നായകരായ മഹേന്ദ്ര സിംഗ് ധോണി, വിരാട് കോഹ്ലി എന്നിവർക്കെതിരെ തുറന്നടിച്ചുകൊണ്ടാണ് മുൻ ലെഗ് സ്പിന്നർ കൂടിയായ അമിത് മിശ്ര കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയത്. ദേശീയ ടീമിൽ നിന്നും തന്നെ രണ്ടുപേരും ചേർന്ന് ഒതുക്കുകയായിരുന്നു എന്നും ഇതിനായി പറഞ്ഞ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു എന്നുമാണ് അമിത് മിശ്രയുടെ പ്രധാന ആരോപണമുണ്ടായത്. നമുക്കറിയാം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയിട്ടും മതിയായ അവസരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ ലഭിക്കാതിരുന്ന ആളാണ് അമിത് മിശ്ര. ഇന്ത്യക്കായി അദ്ദേഹത്തിന് വെറും 22 ടെസ്റ്റുകളും 36 ഏകദിനങ്ങളും 10 T20കളും കളിക്കാനുള്ള ഭാഗ്യമാണ് ലഭിച്ചത്. ഇവയിൽ നിന്ന് 156 വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും കൂടുതൽ അവസരങ്ങൾ പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ചുമില്ല. 2010 ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റിൽ 7 വിക്കറ്റുകളും 50യും കുറിച്ചിട്ടും തനിക്ക് അന്നത്തെ ക്യാപ്റ്റനായിരുന്ന മഹേന്ദ്ര സിംഗ് ധോണി അടുത്ത കളിയിൽ അവസരം നൽകിയില്ല എന്നതാണ് മിശ്ര ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. ക്യാപ്റ്റന് ഇഷ്ടപ്പെടുന്ന ആളാവുക എന്നത് ടീം സെലക്ഷനിൽ വലിയ കാര്യമാണ്. മികച്ച ക്രിക്കറ്റ് കളിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. പ്ലേയിങ് 11 തീരുമാനിക്കുന്നത് എല്ലായ്പ്പോഴും ക്യാപ്റ്റനാണ്. എനിക്ക് മഹേന്ദ്ര സിംഗ് ധോണിയുമായി വളരെ നല്ല അടുപ്പമുണ്ടായിരുന്നു. എന്നെ എന്തുകൊണ്ടാണ് ടീമിൽ എടുക്കാത്തതെന്ന് 2 തവണ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. ടീം കോമ്പിനേഷനിൽ നിങ്ങൾ ഫിറ്റ് ആവില്ലെന്നും ധോണി ആ സമയത്ത് തന്നെ അറിയിക്കുകയായിരുന്നു. മിശ്ര പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് വിശ്രമം നൽകിയതാണെന്നാണ് ആ സമയത്ത് ടീം മാനേജ്മെന്റ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ ഒരിക്കലും വിശ്രമം വേണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ അപ്പോൾ 10 ടെസ്റ്റുകളിൽ പോലും കളിച്ചിട്ടില്ലായിരുന്നു. പിന്നെ എന്തിനാണ് എനിക്ക് വിശ്രമം? പിന്നെ എന്തിനാണ് എനിക്കൊരു ബ്രേക്ക്? പിന്നെ എന്തിനാണ് ഞാൻ ഇതൊക്കെ ആവശ്യപ്പെടുന്നത്? സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ ധോണിയെ ചോദ്യം ചെയ്യാനുള്ള അവസ്ഥയിലായിരുന്നില്ല അന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ കോച്ചിനോട് ഈ കാര്യം ചോദിക്കുകയുണ്ടായി. ധോണിയോട് ഇതേക്കുറിച്ച് ചോദിക്കാനാണ് കോച്ച് എന്ന് എന്നോട് ആവശ്യപ്പെട്ടത്. പക്ഷേ താൻ അത്തരമൊരു പൊസിഷനിൽ ഇല്ലെന്നായിരുന്നു അദ്ദേഹത്തിന് നൽകിയ മറുപടി. കോച്ചിനോട് ഞാൻ വീണ്ടും ഇതേക്കുറിച്ച് ചോദിച്ചെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ വിശ്രമം നൽകിയിരിക്കുകയാണ് എന്നായിരുന്നു മറുപടി എന്നും മിശ്ര പറയുകയുണ്ടായി. പിന്നീട് മഹേന്ദ്ര സിംഗ് ധോണി മാറി വിരാട് കോഹ്ലി നായക സ്ഥാനത്തേക്ക് വന്നപ്പോഴും അവഗണനകൾ തന്നെയാണ് തനിക്ക് നേരിടേണ്ടി വന്നത്. 2015-16 കാലത്ത് മിശ്ര അവസാനമായി കളിച്ച 9 ടെസ്റ്റുകളും വിരാട് കോഹ്ലിയുടെ കീഴിലായിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം തഴയപ്പെടുകയും ചെയ്തു. 5 വർഷങ്ങൾക്ക് മുമ്പ് കാൽമുട്ടിന് പരിക്കേറ്റപ്പോഴായിരുന്നു കരിയറിൽ എനിക്ക് ഏറ്റവും മോശം അനുഭവം ഉണ്ടായത്. അന്നൊരു മത്സരത്തിനിടെയായിരുന്നു എനിക്ക് പരിക്കേറ്റത്. അതിനു മുമ്പ് ന്യൂസിലാൻഡുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഞാൻ പ്ലെയർ ഓഫ് ദ സീരീസും പ്ലെയർ ഓഫ് ദ മാച്ചുമായിരുന്നു. ഒരു കളിക്കിടെ നിങ്ങൾക്ക് പരിക്കേറ്റാൽ അതിൽ നിന്നും മുക്തനായാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ടീമിലേക്ക് തിരിച്ചെത്താം എന്നതായിരുന്നു ആ കാലത്തെ നിയമം. വൃദ്ധിമാൻ സാഹയും അനിൽ കുംബ്ലെയും ഹാർദിക് പാണ്ഡ്യ ഇവരുടെയൊക്കെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിൽ മാത്രം അതുണ്ടായില്ല. IPL-ൽ RCB-യുമായുള്ള ഒരു മാച്ചിനിടെ ആ സമയത്ത് നായകനായിരുന്ന വിരാട് കോഹ്ലിയോട് എന്തുകൊണ്ടാണ് തന്നെ തിരിച്ചെടുക്കാത്തത് എന്ന് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. കോച്ചിനോട് ചോദിച്ച ശേഷം ഇതേക്കുറിച്ച് മറുപടി നൽകാമെന്നാണ് വിരാട് അന്ന് പ്രതികരിച്ചത്. 2016-ൽ ശ്രീലങ്കയുമായുള്ള പരമ്പരയിൽ ഞാനൊരു തിരിച്ചുവരവ് നടത്തിയത് വിരാടിന് കീഴിലാണ്. ഞാൻ നല്ല പ്രകടനവും കാഴ്ചവെച്ചു. ആ സമയത്തൊരിക്കൽ ഇന്നു മുതൽ ഫിറ്റ്നസിനായി നിങ്ങൾ എനിക്കൊപ്പം പരിശീലനം നടത്തണമെന്ന് വിരാട് എന്നോട് പറയുകയും ചെയ്തു. നിങ്ങളെപ്പോലെ ഭാരമുയർത്താൻ കഴിയില്ലെന്നും ഓട്ടം ഉൾപ്പെടെ ബാക്കിയെല്ലാം ചെയ്യാമെന്നും അന്ന് ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷം എനിക്ക് പരിക്കേൽക്കുകയും പുറത്താവുകയും ചെയ്തു. പക്ഷേ തിരിച്ചുവരവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വിരാട് കൃത്യമായ ഒരു മറുപടി എനിക്ക് തന്നില്ല. നിങ്ങളെ അറിയിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും അത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. മിശ്ര തുറന്നു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അതിനൊപ്പം യുവതാരം ശുഭ്മാൻ ഗില്ലിനെതിരെയും അദ്ദേഹം ഈ ഒരു അഭിമുഖത്തിൽ ആഞ്ഞടിക്കുകയുണ്ടായി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നായകസ്ഥാനം യുവതാരം ശുഭ്മാൻ ഗില്ലിനെ ഏൽപ്പിച്ചത് ഒട്ടും ശരിയായില്ല എന്നായിരുന്നു മിശ്രയുടെ പരാമർശം. നമുക്കറിയാം, സിംബാബ്വെക്കെതിരെ സമാപിച്ച 5 T20 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യൻ യുവനിരയെ നയിച്ചത് ശുഭ്മാൻ ഗില്ലായിരുന്നു. ആദ്യ കളിയിൽ തോറ്റെങ്കിലും തുടർന്നുള്ള 4 കളികളും വിജയിച്ചുകൊണ്ട് ഇന്ത്യ 4-1 പരമ്പരയും സ്വന്തമാക്കിയിരുന്നു. പക്ഷേ ഗില്ലിനെ ഇനി ക്യാപ്റ്റൻസി ഏൽപ്പിക്കരുതെന്നും താനായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുമാണ് മിശ്ര ഈ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത്. ഞാനാണെങ്കിൽ ഒരിക്കലും ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യൻ ടീമിന്റെ നായകസ്ഥാനം ഏൽപ്പിക്കില്ല. കാരണം കഴിഞ്ഞ സീസണിലെ IPL-ൽ ഞാൻ അവന്റെ ക്യാപ്റ്റൻസി നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ടീമിനെ എങ്ങനെ നയിക്കണമെന്ന് പോലും ഗില്ലിന് അറിയില്ല. ക്യാപ്റ്റൻ എന്ന നിലയിൽ എന്ത് ചെയ്യണമെന്ന യാതൊരു ഐഡിയയും അവനില്ല. എന്തിനാണ് ഗില്ലിനെ ഇന്ത്യയുടെ ക്യാപ്റ്റനാക്കിയതെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. ഇക്കാര്യം സെലക്ടർമാരോട് തന്നെ ചോദിക്കേണ്ടി വരും എന്നാണ് മിശ്ര ഈ അഭിമുഖത്തിൽ പറഞ്ഞത്. ഇതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. നമുക്കറിയാം, അമിത് മിശ്ര ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ നേട്ടങ്ങളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും IPL-ൽ ഒട്ടും വാഴ്ത്തപ്പെടാത്ത ഒരു ലെജൻഡറി ബോളർ തന്നെയാണ് അമിത് മിശ്ര. IPL ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ബോളർമാരുടെ ലിസ്റ്റിൽ ഇന്നും ആദ്യ 10-ൽ 7-ാം സ്ഥാനത്ത് അദ്ദേഹമുണ്ട്.
മിശ്രയുടെ കറങ്ങിയെത്തുന്ന പന്തുകൾ ബാറ്റ്സ്മാൻമാരുടെ ഉറക്കം കെടുത്തുന്ന നേർക്കാഴ്ചയുടെ ആഴം അറിയണമെങ്കിൽ മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിനോട് തന്നെ ചോദിക്കണം. മുംബൈ ഇന്ത്യൻസിന്റെ ആ സമയത്തെ നായകനായിരുന്ന രോഹിത് ശർമ്മയോട് തന്നെ ചോദിക്കണം. ഏതാണ്ട് ഒരു 3 സീസൺ മുമ്പുള്ള IPL-ൽ 10 പന്തുകൾക്കിടെ മുംബൈ ഇന്ത്യൻസിന്റെ നട്ടിലും ഒരു കോൽക്കളിയും കളിച്ചുകൊണ്ടായിരുന്നു അന്ന് അമിത് മിശ്ര തന്റെ മാസ്മരിക സ്പെൽ പൂർത്തിയാക്കിയത്. ആ സ്പെല്ലിൽ അമിതിന്റെ വിക്കറ്റ് കോലുകളായി ഒപ്പം പോകുന്നവർ 3 പേരായിരുന്നു: രോഹിത് ശർമ്മ, കീരൺ പൊള്ളാർഡ്, പിന്നെ ഹാർദിക് പാണ്ഡ്യ. അതിനുശേഷം പിന്നീട് ഇഷാൻ കിഷനെയും അമിത് മിശ്ര തന്നെ പവലിയനിലേക്ക് പറഞ്ഞയക്കുന്നു. മിശ്രയുടെ ബോളിംഗ് മികവിൽ മുംബൈ 137 റൺസിൽ ഒതുങ്ങിയപ്പോൾ ഡൽഹി അന്ന് 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം നേടുകയായിരുന്നു. മാൻ ഓഫ് ദി മാച്ചായി അന്ന് തിളങ്ങി നിന്നത് മിശ്രയായിരുന്നു. ഒരു ടിപ്പിക്കൽ ലെഗ് സ്പിന്നർ എന്ന നിലയിൽ അനിൽ കുംബ്ലെയേക്കാൾ സൗന്ദര്യവും മോഹിപ്പിക്കുന്ന ചാരുതയുമുണ്ട് പലപ്പോഴും മിശ്രയുടെ പന്തുകൾക്ക്. ഒരു ക്ലാസിക്കൽ ലെഗ്ഗി എന്ന നിർവചനത്തിന്റെ ചട്ടക്കൂട്ടിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു പെർഫെക്റ്റ് പാക്കേജ് എന്ന അർത്ഥത്തിലാവും ഒരുപക്ഷെ ഭാവിയിലെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്ര പുസ്തകങ്ങളിൽ അമിത് മിശ്രയുടെ സ്ഥാനം. 2002-ലെ വിൻഡീസിന്റെ ഇന്ത്യൻ പര്യടനത്തിന്റെ സമയത്ത് തന്നെ ആഭ്യന്തര ക്രിക്കറ്റിൽ ഹരിയാനക്കായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച 19-കാരനായ ആ പയ്യനെ അമിത് മിശ്രയെ സെലക്ടർമാർ ഇന്ത്യൻ ടീമിലേക്ക് വിളിച്ചിരുന്നു അന്ന്. പക്ഷേ അനിൽ കുംബ്ലെ എന്ന വൻ മരവും ഹർഭജൻ സിംഗ് എന്ന പുത്തൻ സെൻസേഷനും കൊടികുത്തി വാണിരുന്ന ഇന്ത്യൻ പിച്ചുകളിൽ കളി റിസർവ് ബെഞ്ചിലിരുന്ന് കാണാനായിരുന്നു അന്ന് 19-കാരനായ മിശ്രയുടെ വിധി. കാലങ്ങൾ ഒരുപാട് പിന്നെയും കഴിഞ്ഞു. ഹരിയാനയുടെ ആകാശങ്ങളിലൂടെ ഒരുപാട് മേഘങ്ങളൊക്കെ കടന്നുപോയി. 2008-ലെ ഓസ്ട്രേലിയയുടെ ഇന്ത്യൻ പര്യടനം നടക്കുന്ന സമയമാണ്. പരിക്കേറ്റ കുംബ്ലെക്ക് പകരം ഒരിക്കൽ കൂടി മിശ്രയെ ഇന്ത്യൻ ടീമിലേക്ക് വിളിക്കുന്നു. മൊഹാലിയിൽ 2ാം ടെസ്റ്റിൽ അരങ്ങേറുന്നു അദ്ദേഹം. കിട്ടിയ അവസരം മുതലാക്കിയ അമിത് മിശ്ര ആദ്യ ടെസ്റ്റ് ഇന്നിംഗ്സിൽ തന്നെ 5 വിക്കറ്റ് നേടിക്കൊണ്ട് ഇന്ത്യയുടെ കൂറ്റൻ വിജയത്തിൽ നിർണായക പങ്കാളിയാകുന്നു. അടുത്ത ടെസ്റ്റിൽ കുംബ്ലെ തിരിച്ചു വന്നെങ്കിലും ഹർഭജന് പരിക്കായതിനാൽ മിശ്രയെ നിലനിർത്താൻ കോച്ച് ഗാരി കേസ്റ്റൻ നിർബന്ധിതനാകുന്നു. കുംബ്ലെയുടെ അവസാന ടെസ്റ്റ് മത്സരം കൂടിയായിരുന്നു അത്. കുംബ്ലെയുടെ പകരക്കാരനാവുമെന്ന് ഒരുപാട് പ്രതീക്ഷകൾ നൽകിയ അമിതിന് പക്ഷേ അജ്ഞാതമായ കാരണങ്ങളാൽ അന്താരാഷ്ട്ര കരിയറിൽ അധികമൊന്നും മുന്നേറാനായില്ല. ഈ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ വെറും 22 ടെസ്റ്റ് കളിച്ച് 36 ഏകദിനങ്ങളിൽ നിന്നും 64-ഉം 19 T20-യിൽ നിന്നും 16 വിക്കറ്റുകളും കൂടെ ടെസ്റ്റിൽ 4 അർദ്ധ സെഞ്ചുറികൾ നേടിയ ആ മികച്ച പെർഫോമർ ഇനിയൊരു അവസരമില്ലാത്ത വിധം അന്താരാഷ്ട്ര രംഗത്ത് നിന്നും ഏതാണ്ട് ഒരു 8-10 വർഷം മുമ്പ് പിന്തള്ളപ്പെടുകയായിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര മത്സരങ്ങളെക്കാൾ IPL മത്സരങ്ങളിലാണ് അമിത് മിശ്ര എന്ന വിക്കറ്റ് ടേക്കിംഗ് ബോളറെ നമ്മൾ കൂടുതലും കണ്ടത്. 2008 മുതൽ ഡൽഹി ഡെയർ ഡെവിൾസിന്റെയും ഡൽഹി ക്യാപിറ്റൽസിന്റെയും അതുപോലെ ഡെക്കാൻ ചാർജേഴ്സിന്റെയും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെയും ഒക്കെ നിറങ്ങളിൽ മിശ്ര IPL-ൽ നിറഞ്ഞാടിയിട്ടുണ്ട്. 3 IPL ഹാട്രിക്കുകൾ നേടിയ ഏക താരം കൂടിയാണ് അമിത് മിശ്ര. ഓർമ്മയിൽ പെട്ടെന്ന് വരുന്ന ഒരു ഏകദിന മത്സരമുണ്ട്. 2016-ലെ ഏകദിന മത്സരം ഇന്ത്യ കിവീസിനെ സ്വന്തം മണ്ണിൽ നേരിടുകയാണ്. 270 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ബ്ലാക്ക് ക്യാപ്സ് കെയ്ൻ വില്യംസിന്റെയും റോസ് ടൈലറുടെയും പാർട്ണർഷിപ്പിൽ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മിശ്ര പന്തെടുക്കുന്നത്. അതോടെ ബോളർമാരെ മാറ്റി മാറ്റി പരീക്ഷിച്ച് നിൽക്കുകയായിരുന്ന ക്യാപ്റ്റന്റെ ഭാഗ്യ താരകമായി അന്ന് അയാൾ അവതരിക്കുകയാണ്. അമിത് മിശ്ര അവതരിക്കുകയാണ്. പിന്നീട് അവിടെ ഗ്രൗണ്ടിൽ വിരിഞ്ഞത് പെർഫെക്റ്റ് ലെഗ് സ്പിന്നിന്റെ മാന്ത്രിക വിദ്യകളായിരുന്നു, മാന്ത്രിക പന്തുകളായിരുന്നു. അയാൾ ഫ്ലൈറ്റ് ചെയ്ത പന്തുകളുടെ ടേണിൽ കിവീസ് ബാറ്റ്സ്മാൻമാർ ഒന്നൊന്നായി പവലിയനിലേക്ക് മടങ്ങുന്ന വശ്യമനോഹര കാഴ്ച. അന്ന് അയാൾ 18 റൺസ് മാത്രം വഴങ്ങി 5 വിക്കറ്റുകൾ പിഴുകയുണ്ടായി. കളിയെ ഇന്ത്യയുടെ വരുതിയിലാക്കുകയുണ്ടായി. മാൻ ഓഫ് ദി മാച്ചുമായി. ആ മത്സരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം അന്ന് അമിത് മിശ്ര കളിച്ചത് അയാളുടെ അവസാന ഏകദിന മത്സരമായിരുന്നു. അതിൽ അയാൾ 5 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്, മാൻ ഓഫ് ദി മാച്ചുമായിട്ടുണ്ട്. അതിലും അവിശ്വസനീയം തന്റെ അവസാന 5 ഏകദിനങ്ങളിൽ അയാളുടെ നേട്ടം 15 വിക്കറ്റുകൾ ആണ് എന്നതായിരുന്നു. ഏത് നിലക്ക് നോക്കിയാലും മികച്ചൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു അത്. പക്ഷേ പിന്നീട് ഒരിക്കലും അമിത് മിശ്രയ്ക്ക് ടീമിൽ അവസരം ലഭിച്ചിട്ടില്ല. ഇന്ത്യൻ ക്രിക്കറ്റിൽ രവിചന്ദ്ര അശ്വിൻ ജഡേജ സഖ്യത്തിനും കുൽദീപ് ചഹൽ സഖ്യത്തിനും ഒക്കെ കിട്ടിയതുപോലെ അവസരങ്ങൾ അയാൾക്ക് ഒരിക്കലും ലഭിച്ചിട്ടില്ല എന്നതൊരു ഫാക്ട് തന്നെയാണ്. അപ്പോൾ അമിത് മിശ്രയുടെ ആ ഒരു അഭിമുഖം, തന്റെ കരിയറിനെ കുറിച്ച്, നഷ്ട കരിയറിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറിയിരിക്കുകയാണ്.